ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയ അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. എന്നത്തെയും പോലെ രാവിലത്തെ ചായടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചൊന്ന് ഫ്രഷ് ആക്കാൻ വിട്ടിട്ടുണ്ട്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പം ചായയും അവന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നേരെ വന്ന് അവൻ്റെ ബാഗിക്ക് എൻ്റെ ബുക്കും കുറച്ച് സ്വീറ്റ്സൊക്കെ ഒന്ന് ഫസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ കുറച്ച് സ്വീറ്റ്സൊക്കെ കൊടുക്കാമെന്ന് കരുതിയിട്ട് അതൊക്കെ ഒന്ന് ബാഗിലാക്കുകയാണ്. അങ്ങനെ അതൊക്കെ അവിടെ റെഡിയാക്കി എടുത്തിട്ട് പിന്നെ ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ അതിന് ചോറ് അവിടെ സ്കൂളിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിലേക്കുള്ള എന്തെങ്കിലും ഒരു കൂട്ടാൻ എന്തെങ്കിലും വേണം, നിർബന്ധമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇഷ്ടത്തിന് കൊടുത്തേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുട്ട ചുട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട് മുട്ട റെഡിയാക്കുകയാണ്. അങ്ങനെ ഇതാ മുട്ടയൊക്കെ ചുട്ടെടുത്ത് പിന്നെ അവന് സ്നാക്സ് ബോക്സിൽ കുറച്ച് സ്നാക്സും ആക്കിയിട്ടുണ്ട്. അവനിതാ പിന്നെ കുളിക്കാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി അവന് ഒരുങ്ങി. നല്ല സന്തോഷത്തിലാണ് കേട്ടോ. ഫസ്റ്റ് ഡേ ഒക്കെ ഉണ്ടാവുള്ളൂ അത്. അപ്പം ഇന്ന് നല്ല സന്തോഷത്തിലാണ്. കേട്ടില്ലേ, എന്നത്തെ സ്ഥിതി അതാണ് കേട്ടോ. എല്ലാം ഉഷാറായി പുറത്തൊക്കെ കണ്ട് ഇറങ്ങിയപ്പോൾ അവന് ഞാൻ എൻ്റെ കൂടെ പോരെന്ന് പറഞ്ഞ് വാശി എടുക്കുകയായിരുന്നു. അമ്മച്ചി ബസ്സിൽ കയറണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ കരുതി ഫസ്റ്റ് ഡേ അല്ലേ, ഇങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞു കേൾക്കാമെന്ന് കരുതി ഞാൻ അവനെ കൊണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിലൊക്കെ കൊണ്ടാക്കി ഞാൻ പുറത്ത് വല്ലാതെ അലമ്പൊന്നും കാട്ടിയിട്ടില്ല. അന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പോന്നു. പിന്നെ ഇന്ന് കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു. നമ്മൾ ഓണം വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അവനെ സ്കൂളിൽ പറഞ്ഞേക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഓണം വെക്കേഷന് ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ പോയിരുന്നു. അപ്പോൾ വീടൊക്കെ ആകെ പൊടിയൊക്കെ പിടിച്ച് മാറിയാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ ക്ലീനിങ് തന്നെ തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ ഇതാ ജനലൊക്കെ ഒന്ന് നന്നായി തുടച്ച് ക്ലീനാക്കി പിന്നെ ഇതാ മാറാലൊക്കെ തട്ടി അടിച്ചു വരികയാണ്. ആദ്യം ഒന്ന് കൂടില്ലാത്തതുകൊണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റത് ഞാൻ ഇങ്ങനെ ഓരോ പണിയെടുക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ച് കണ്ട് ഇങ്ങനെ വരും കേട്ടോ. ചിലപ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കും. എന്നാലും ഇപ്പം അത് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്തായാലും അവരെ വീട്ടിൽ പിടിച്ചിരുത്താൻ പറ്റൂലല്ലോ, അവർക്കും വേണ്ടേ എഡ്യൂക്കേഷനൊക്കെ. അപ്പോൾ അതാ നമ്മുടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കിയൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഫുഡ് ഇന്ന് രാവിലെ അവന് സ്കൂളിൽ പോകാനായപ്പോൾ തന്നെ ഞാൻ കുറച്ച് കഞ്ഞി റെഡിയാക്കിയിരുന്നു. അപ്പോൾ ഫുഡൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ച ശീലമല്ല. ഒറ്റയ്ക്ക് കഴിക്കുകയാണെങ്കിൽ മുന്നിൽ ഫോൺ വേണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്കറിയില്ല സ്കൂളത്തെ സ്ഥിതി എന്താണെന്ന്. അപ്പോൾ ഞാൻ സ്കൂളിൽ പോകാനായപ്പോൾ തന്നെ കഞ്ഞിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് അവിടെ വെച്ചിട്ടുണ്ട്. കറി കൂട്ടാനൊക്കെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ തലേന്ന് നമ്മൾ വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ അപ്പോൾ അന്ന് രാത്രി കിടക്കാനായപ്പോൾ തന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, പൊടികളൊക്കെ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നനക്കാൻ മെഷീനിലിടാനുണ്ട്. പിന്നെ അതുകൊണ്ട് ബെഡ്ഷീറ്റ് ഒന്നും മാറ്റി കൊടുക്കണില്ല. എനിക്ക് ഈ ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ക്ലീനിങ് പിന്നെ ഈ സാധനങ്ങളൊക്കെ ഒടുക്കി പെറുക്കി വെക്കുക, അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ഫീലിംഗ് വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കെന്ന് വേണമെന്നില്ല, എല്ലാ ദിവസവും ഇങ്ങനെ എല്ലാ ഭാഗത്തും നമ്മൾ കൈയെത്തിച്ച് എല്ലാ ദിവസവും തുടക്കണം എന്നൊന്നുമില്ല. എല്ലാ ദിവസവും അടിച്ചു വാരിയിട്ട് എല്ലാ ഭാഗത്തും പൊടിയൊക്കെ തട്ടിയിട്ട് ചെയ്താൽ നമ്മളെ വീട് എന്നും നീറ്റായിട്ടിരിക്കും. അങ്ങനെ എന്താ മാറാല തട്ടലും അകടിച്ചു വരലും പിന്നെ അലക്കാനുള്ള മെഷീനിലൊക്കെ ഇട്ടിട്ട് പിന്നെ എന്താ ഫ്രിഡ്ജ് ആകെ ഡസ്റ്റായി കിടക്കുകയായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ നിൽക്കുകയാണ്.
ഫ്രിഡ്ജ് ക്ലീൻ ആക്കണമൊന്നും ഞാൻ അധികം വീഡിയോ എടുത്തിട്ടില്ല. അതൊക്കെ ആകെ അലങ്കോലമായി കിടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആകെ പിരാന്തും കടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ അധികം ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അകം തുടക്കുകയാണ്. അകം തുടക്കലൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒന്ന് കിടന്നെണീറ്റു കേട്ടോ. കിടക്കാൻ അധികം ടൈമില്ലായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിന് 2:30 ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നേരം 4:30 4:45 ആ ടൈമിലാണ് ആദ്യം വരിക. അപ്പം ഫസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ ആകെ ക്ഷീണിച്ചിട്ട് ഈ കാര്യം വരികയെന്ന് കരുതി ഞാൻ കുറച്ച് വെള്ളം, എനിക്ക് നല്ല ഇഷ്ടമാണ് വെള്ളം കലക്കിയത്. അപ്പോൾ അതിന് കുറച്ച് വെള്ളം കലക്കിയൊക്കെ വെക്കുകയാണ്. എനിക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അവൻ്റെ വിശേഷങ്ങളും കുറച്ച് അധികം നേരം തന്നെ അവൻ്റെ കൂടെ ഞാൻ സ്പെൻഡ് ചെയ്യാൻ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ നമ്മുടെ കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.